ഒരു പുള്ളി പോലും മാറ്റാൻ കഴിയാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്ന ഒന്നാണ് ഖുർആൻ. അത് ഒരു മരിച്ച മയ്യത്തിന്റെ അടുക്കൽ വെച്ച് ഓതിയാൽ ആ ഓതുന്നവന്റെ പ്രതിഫലം പോലെ മയ്യത്തിനും ലഭിക്കും. ഖബറിന്റെ അടുക്കൽ വെച്ച് ഓതിയിട്ട് ഇയാൾക്കൊരു കൂലി കൊടുക്കണമെന്ന് കരുതിയാൽ നിയ്യത്ത് ചെയ്താൽ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനും ഇതിന്റെ പ്രതിഫലമുണ്ടാകും. പിന്നെ ഖബറിന്റെ അടുത്തുമല്ല, മയ്യത്തിന്റെ അടുത്തുമല്ല, വേറെ എവിടെയെങ്കിലും ഈ മയ്യത്തിനെ ഉദ്ദേശിച്ച് ഖുർആൻ ഓതുന്ന പക്ഷം ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅതുഹു ലിഫുലാൻ, ഞാൻ ഓതിയതിന്റെ പ്രതിഫലം നീ ഇന്നയാൾക്ക് കൊടുക്കണം അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, അവിടെയും അങ്ങനെ ദുആ വേണ്ട ആവശ്യമില്ല, കരുതിയാൽ മതിയെന്ന്. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആൻ ഓതി മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്കും ലഭിക്കും. അതുപോലെ ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത് യാസീൻ സഹീഹായ ഹദീസാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത് സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. നിങ്ങൾ മയ്യത്തിന്റെ അടുക്കൽ വെച്ച് യാസീൻ ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ കണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിനടുത്തൊക്കെ മയ്യത്തെടുക്കാനാകുമ്പോൾ യാസീൻ ഒന്ന് പതിവുണ്ട്. ഇവിടെ കണ്ടോ? ഉണ്ട്. അത് നമ്മളെ പൂർവികരായ ആലിമീങ്ങളാൽ സ്ഥാപിതമായതാണ്. മയ്യത്തെടുക്കാൻ പോകുമ്പോൾ ഒരു യാസീൻ ഓതി എല്ലാവരും ദുആ ചെയ്യുന്നു. അത് ആര് പറഞ്ഞതാ? അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞതാ. ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, മരണപ്പെട്ടവരുടെ അടുക്കൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം. അങ്ങനെ പഴയ കാലം മുതൽക്ക് തന്നെ ആളുകൾ മയ്യത്ത് എടുക്കുമ്പോൾ യാസീൻ ഓതുകയും മറമാടിയതിനു ശേഷം അവിടെ വെച്ച് തബാറക്ക ഓതുകയും അതുപോലെ വീട്ടിൽ വെച്ചോ ഖബറിന്റെ മുകളിൽ വെച്ചോ കുറെ ദിവസങ്ങളിൽ ഖുർആൻ ഓതുകയും ഇതൊക്കെ ചെയ്യുന്ന പതിവുകൾ നമ്മളെ വലമാവ് പഠിപ്പിച്ചതാണ്. ആരും കറ്റുകെട്ടി ഉണ്ടാക്കിയതല്ല. അതെല്ലാം ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്.